ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇതേപോലെ ബജറ്റ് ലൈനിൽ ഒരു ടേബിൾ വരച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻകം ചേഞ്ചസിൻ്റെ ഈ സൈഡ് പറഞ്ഞു. എന്നാലും നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അടുത്തത് തുടങ്ങാം. അപ്പോൾ നമ്മൾ പറഞ്ഞെന്തുവാണ് വെൻ ഡി. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഹെഡിങ് എഴുതി ഈ ടേബിൾ വരച്ചിട്ട് 2 പാരഗ്രാഫായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതണം. ഓക്കെ, എന്താണ് ഈ ഹെഡിങ് എഴുതി? എന്താണ് ഹെഡിങ്? ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ, ബ്രാക്കറ്റിനകത്ത് ഇൻകം ചേഞ്ചസ് എഴുതി ഈ ടേബിൾ ഇതേപോലെ വരച്ച് അതിൻ്റെ താഴെ 2 പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ തിയറി എഴുതണം. അപ്പോൾ അതിന് എന്താണ് ഞാൻ പറയുന്ന അതേ സെൻറ്റൻസുകൾ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ്? വെൻ ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ്, കൺസ്യൂമറിൻ്റെ ഇൻകം എന്ത് ചെയ്യുമ്പോൾ കൂടുമ്പോൾ the equation of the budget line will be, എന്താ equation? P1 x1 plus P2 x3 is equal to m dash. അടുത്ത the graph of the budget line, the graph of the budget line എന്താണ്? shift to rightwards or outwards. Okay, ഇനി horizontal both എന്താ പറയാ നമുക്ക് വേണമെങ്കിൽ both the horizontal intercept and the vertical intercept increases. അടുത്ത സെന്റൻസ് the slope of the budget line does not change എന്ന് വെച്ചാൽ ഇതിന്റെ ചരിവ് മാറുന്നില്ല. നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ നമ്മളൊരു ലൈൻ കണ്ട് ഇങ്ങനെ വയ്ക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, അതിന്റെ കൂടെ പാരലായിട്ട് ഒരു ലൈൻ കൂടെ ഇട്ടാൽ അതിന്റെ സ്ലോപ്പ് മാറുന്നില്ല. ഓക്കെ, സ്ലോപ്പ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലൈൻ കണ്ട് ഇങ്ങനെ പോകണം. ഒരു പോയിന്റിൽ നിന്ന് തന്നെ 2 ലൈൻ പോയാലേ സ്ലോപ്പ് മാറും. അല്ലാതെ 2 പോയിന്റിൽ നിന്ന് പാരലായിട്ട് ലൈൻ പോയാൽ അതിന്റെ സ്ലോപ്പ് മാറത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞ നമ്മള് സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ചേഞ്ചസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു പാരഗ്രാഫ് ഇതാണ് എഴുതേണ്ടത്. ഈ 2 പാരഗ്രാഫ് എഴുതാൻ എളുപ്പമാണ്. ഈ കാര്യം ഇവിടെ തന്നിരിക്കുന്ന ആ പോയിന്റുകൾ വെച്ച് തന്നെയാണ് ഈ പാരഗ്രാഫ് പറയുകയും ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? വെൻ ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഡിക്രീസസ്, കൺസ്യൂമറിന്റെ വരുമാനം കുറയുമ്പോൾ എന്ത് ചെയ്യും? ദ ഇക്വേഷൻ ഓഫ് ദ ബജറ്റ് ലൈൻ വിൽ ബി P1 x1 എന്താണ് പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു m ഡബിൾ ഡാഷ്. എന്താ വരുമാനം കുറഞ്ഞു എന്ന് കാണിക്കാനാണ് നമ്മൾ 2 ഡാഷ് ഇടുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? when the income of a consumer decreases, the equation of the budget line will be P1 x1 plus P2 x2 is equal to m ഡബിൾ ഡാഷ്. ഇതൊരു സെന്റൻസ് ആണ്. ഇനി അടുത്തത് ഇവിടെ വരച്ച ഗ്രാഫ് പോലെ ഇവിടെ ഒരു ഗ്രാഫ് വരും. ദ ഗ്രാഫ് ഓഫ് ദി ബജറ്റ് ലൈൻ, ബജറ്റ് ലൈനിന്റെ ഗ്രാഫിന് എന്ത് സംഭവിക്കും എന്നാണ് നമ്മളോട് വരയ്ക്കാൻ പോകുന്നത്. എന്നിട്ട് അകത്തൊരു ഡോട്ടർ ലൈൻ ഇടാം കേട്ടോ. ഈ ഡയഗ്രാം വരച്ചിട്ട് അതിനകത്താണ് ഡോട്ടർ ലൈൻ, വെളിയിൽ അല്ലാതെ. എന്നിട്ട് ആരോ മാർക്ക് എന്ത് ചെയ്യണം? അകത്തോട്ടിടാം. ഇവിടെ എന്ത് വരും? ഇവിടെ m/P2 എന്ന് വരും. ഇവിടെ m/P1 എന്ന് വരും. ഡോട്ട് ഇട്ട സ്ഥലത്ത് m ഡബിൾ ഡാഷ് ബൈ P2 എന്ന് വരും. ഇവിടെയും ഡോട്ട് ഇട്ട സ്ഥലത്ത് m ഡബിൾ ഡാഷ് ബൈ P1 എന്ന് വരും കേട്ടോ. അപ്പൊ m/P2 m ഡബിൾ ഡാഷ് ബൈ P2 ആവും. m/P1 m ഡബിൾ ഡാഷ് ബൈ P1 ആവും. 2 സൈഡിൽ ഇവിടെ എഴുതിയത് വെളിയിലോട്ടാണെങ്കിൽ അവിടെ നമ്മൾ അകത്തോട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിന് കാര്യം വരുമാനം കുറയുമ്പോൾ നമ്മൾ കുറച്ച് വാങ്ങിച്ചു എന്ന് കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിങ്ങനെ എഴുതുന്നത്. ഓക്കെ, വരുമാനം കുറയുമ്പോൾ കുറച്ച് വാങ്ങിച്ചു എന്ന് കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ 2 സെന്റൻസ് ആണ്. എന്തൊക്കെയാണ്? വെൻ ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ എന്ത് ചെയ്യും? ഡിക്രീസസ്, ദ ഇക്വേഷൻ ഓഫ് ദ ബജറ്റ് ലൈൻ വിൽ ബി P1 x1 plus P2 x2 is equal to m double dash. അടുത്ത സെന്റൻസ്, the graph of the budget line shift to leftwards or inwards. എന്താണ്? the graph of the budget line shift to leftwards or inwards. ബജറ്റ് ലൈനിന്റെ ഗ്രാഫ് അകത്തേക്കോ എന്ത് ചെയ്യും? ഉള്ളിലേക്കോ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇടത്തേക്കോ ചരിയും. അതിന് കാരണം നമ്മൾ കുറച്ചേ വാങ്ങിക്കുന്നുള്ളൂ. കൂടുതൽ വാങ്ങിക്കുമ്പോൾ വെളിയിലോട്ട് പോയെന്ന്, കുറച്ച് വാങ്ങിക്കുമ്പോൾ അകത്തോട്ട് വന്നു കാണിക്കാനാണ് നമ്മൾ ഈ ഡയഗ്രാം ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. കണ്ടോ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇങ്ങോട്ട് പോയില്ലേ? അപ്പൊ ഇവിടെ എഴുതേണ്ടത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസസ്. ഓക്കെ, അടുത്ത വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസസ്. രണ്ടും എന്ത് ചെയ്യും? ഡിക്രീസ്. ഓക്കെ, അടുത്ത സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈനും എന്തില്ല? മാറ്റമില്ല. അതിന് കാരണം 2 ലൈനും പാരലലാണ്. ഇപ്പൊ പാരലൽ ആയതുകൊണ്ട് ഇവിടെ എന്ത് എഴുതണം? സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ ഡസ് നോട്ട് എന്താണ്? ചേഞ്ച്. ഓക്കെ, ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ത് ചെയ്യുന്നില്ല?
മാറുന്നില്ല. കണ്ടോ, ഇപ്പൊ 2 പാരഗ്രാഫായി. അപ്പൊ ഇതെങ്ങനെയാണ് പറയേണ്ടത്? വെൻ ഹെഡിങ് എഴുതി, ഇൻകം ചേഞ്ചസ് എഴുതി, ഈ ടേബിൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ടേബിൾ എന്ത് ചെയ്തു എടുത്ത് എഴുതി, അതിൻ്റെ താഴെ 2 പാരഗ്രാഫായിട്ട് എഴുതാനുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകണം കേട്ടോ. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതേണ്ട ഇതും അടുത്ത പാരഗ്രാഫ് ഇതുമാണ്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ വരച്ചിട്ട് അതിൻ്റെ താഴെ എഴുതേണ്ട എന്താണ്? വെൻ ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ്. ഇതാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ, ആദ്യത്തേത്. വെൻ ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻക്രീസസ്. ഓക്കെ, ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ വിൽ ബി P1 x1 plus P2 x2 is equal to m dash. Okay, അടുത്ത സെന്റൻസ്, the graph of the budget line shift to, the graph of the budget line shift to rightwards or എന്താണ് outwards. ബഡ്ജറ്റ് ലൈനിന്റെ ഗ്രാഫ് റൈറ്റ് വേർഡ്സിലോട്ടോ അല്ലെങ്കിൽ ഔട്ട്വേർഡ്സിലോട്ടോ എന്ത് ചെയ്യും? മാറും. അടുത്ത both the horizontal intercept and the vertical intercept increases. horizontal interceptഉം vertical interceptഉം ഒരേപോലെ കൂടും. അടുത്ത സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്താണ്? ഡസ് നോട്ട് ചേഞ്ച്. ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിൽ എഴുതേണ്ടതാണ് വെൻ ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഡിക്രീസസ്. ദ ഇക്വേഷൻ ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ വിൽ ബി P1 x1 plus P2 x2 is equal to m double dash. ഓക്കെ, അടുത്ത സെന്റൻസ്, ദ ഗ്രാഫ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്വേർഡ്സ് ഓർ ഇൻവേർഡ്സ്. അടുത്ത ബോത്ത് ദ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആൻഡ് ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഡിക്രീസസ്. ലാസ്റ്റ് സെന്റൻസ്, ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഡസ് നോട്ട് ചേഞ്ച്. കണ്ടോ, ഇത് 2 പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യുക? എഴുതുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ സ്പീഡിനാവുന്നെങ്കിൽ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെന്റൻസ് എന്താണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഹെഡിങ് എഴുതുക, ടേബിൾ ഒരുക്കുക, അതിൻ്റെ താഴെ എന്ത് ചെയ്യുക? 2 പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ തിയറി എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻകം ചേഞ്ചസ്. പരീക്ഷയ്ക്ക് ചിലപ്പം ഈ ടേബിൾ തന്നിട്ട് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. ഈ ടേബിൾ തന്നിട്ട് തിയറി എഴുതാൻ ചോദിക്കാം. മനസ്സിലാവും? അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഒരു 4 മാർക്കിന് ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈൻ എന്താണ് ഡ്യൂ ടു ഇൻകം ചേഞ്ചസ് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഈ ടേബിൾ വരച്ച് ഇതേപോലെ എഴുതണം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോണ പ്രൈസ് ചേഞ്ചാണ്. ഇതിപ്പോൾ ഇൻകം ചേഞ്ച് അല്ലേ, ഈ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പ്രൈസ് ചേഞ്ചാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഈ ഇതേപോലെ അടുത്ത ടേബിളാണ് ഇത് കേട്ടോ. മനസ്സിലായോ? ഈ തിയറിയൊക്കെ എഴുതിയതിന് ശേഷമുള്ള അടുത്തതാണ്. അവിടെ ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ് ലൈൻ എഴുതിയിട്ട് ഇവിടെ എന്ത് എഴുതണം? പ്രൈസ് ചേഞ്ചസ് എഴുതണം. കണ്ടോ, മറ്റേത് ഇൻകോലി നമ്മൾ എഴുതിയത്, ഇവിടെ നമ്മൾ പ്രൈസ് ചേഞ്ചസ് എഴുതണം. എന്നിട്ട് ഈ കിടക്കുന്ന എന്തുവാണ്? ടേബിൾ വീണ്ടും ഒരു ടേബിൾ വരയ്ക്കണം. ആ ടേബിളിൽ ഈ കിടക്കുന്നതെല്ലാം ഒരേപോലെ മാറേണ്ട എന്തൊക്കെയാണ്? ദാണ്ടെ ഇവിടെ മാറ്റം വരും കേട്ടോ, ഈ ഏരിയ മാറ്റം വരും. ഇതേപോലെ ഈ ഗ്രാഫിന് എന്ത് ചെയ്യും? മാറ്റം വരും. ഏതാണ്? നമ്മൾ നേരത്തെ വരച്ച ഇൻകത്തിന്റെ ചേഞ്ചുള്ള ഗ്രാഫ് എന്ത് ചെയ്യും? മാറും. പിന്നെ ഈ കോളങ്ങളെല്ലാം എന്ത് ചെയ്യും? മാറും കേട്ടോ. ഹൊറിസോണ്ടൽ സെറ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എല്ലാം. അതിന് കാരണം അറിയാൻ, ഇത് നമ്മൾ എന്തിന്റെ ചേഞ്ചാണ് പറയുന്നത്? പ്രൈസിന്റെ ചേഞ്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ചേഞ്ചുകളെല്ലാം ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, ഈ ചേഞ്ചുകളെല്ലാം ഉണ്ടാകുന്നത് പ്രൈസിന്റെ ചേഞ്ച് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഈ ഹെഡിങ് എന്ത് എഴുതണം? ഇൻകോലി നമ്മൾ എഴുതിയിരുന്നത് ഇവിടെ എന്താക്കണം? ഈ കോളാണ് പ്രൈസ് ആക്കണം. ഓക്കെ, ഈ കോളം പ്രൈസ് ആക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ചേഞ്ചസിൽ വരുന്നത്? പ്രൈസ് ചേഞ്ചില്ലേ? അപ്പോൾ പ്രൈസ് ചേഞ്ചിൽ എഴുതേണ്ടത് എന്താണ്? വെൻ ദി എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് 1 കേട്ടോ. പ്രൈസ് ഓഫ് ഗുഡ് 1 ഇവിടെ എന്താണ്? പ്രൈസ് ഓഫ് ഗുഡ് 1 ഇൻക്രീസ് എഴുതണേ. പ്രൈസ് ഓഫ് ഗുഡ് 1 ഇൻക്രീസസ്. ഒരു കോളം നമ്മൾ നേരത്തെ ഇൻക്രീസ് അല്ലേ ആ ടേബിളിൽ എഴുതിയത്. അടുത്തത് ഇവിടെ എഴുതേണ്ടത് പ്രൈസ് ഓഫ് ഗുഡ് 1 ഡിക്രീസസ്. അപ്പോൾ ഈ തിയറി ഇതേപോലെ തന്നെ ഈ ഹെഡിങ് എഴുതി ഈ ടേബിൾ വരച്ച് വീണ്ടും 2 പാരഗ്രാഫായിട്ട് തിയറി എഴുതണം. അപ്പോൾ ഈ തിയറി എഴുതേണ്ടത് എങ്ങനെയാണ്? വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ് 1 ഇൻക്രീസസ്. എന്താണ്? ഒന്നാമത്തെ സാധനത്തിന്റെ വില കൂടുമ്പോൾ. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഒന്നാമത്തെ സാധനം ഒന്നും പറഞ്ഞില്ല. അതിന് കാരണം അത് ഇൻകോലി.
ഇംഗത്തിൽ ഒന്നാമത്തെ സാധനം രണ്ടാമത്തെ സാധനം ഒന്നുമില്ല. നമ്മൾ ആ ഇംഗം കൂടുമ്പോൾ കൂടിയെന്നും ഇംഗം കുറയുമ്പോൾ കുറഞ്ഞെന്നല്ലേ പറയും. പക്ഷെ ഇവിടെ രണ്ട് സാധനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം പറയുന്നത് ഒന്നാമത്തെ സാധനത്തിൻ്റെ വില കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ പേനയും പെൻസിലും മേടിക്കുകയാണെങ്കിൽ ഈ പേനയുടെ വില കൂടുന്ന കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. പെൻസിലിൻ്റെ വില കൂടുന്നത് പിന്നെ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയേണ്ട എന്താണ്? വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ്. ഒന്നാമത്തെ സാധനത്തിൻ്റെ വില എന്ത് ചെയ്യുമ്പോൾ കൂടുമ്പോൾ. അപ്പോൾ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ഒന്നാമത്തെ സാധനത്തിൻ്റെ നമ്പറിൽ എന്ത് ചെയ്യണം? ഡാഷ് ഇടണം. അപ്പോൾ എവിടെയാണ് ഡാഷ് ഇടേണ്ടത്? കണ്ട P1 ഡാഷ് x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. പിന്നെ എം ഡാഷ് വരത്തില്ല. എന്താണ് എം ഡാഷ് വരാത്തത്? വരുമാനത്തിൻ്റെ കാര്യം നമ്മളിവിടെ പറയുന്നില്ലല്ലോ. വരുമാനത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് എമ്മിൽ ഡാഷ് ഒന്നും ഇടണ്ട, എം എന്നും കിട്ടാതെ. ഇവിടെ സംഭവം കൂടുന്ന ഏതാണ്? ഒന്നാമത്തെ സാധനത്തിൻ്റെ വിലയാണ് കൂടുന്നത്. അപ്പോൾ ഇവിടെ ഡാഷ് ഇടണം, P1 ഡാഷ് എന്ന് ഇടണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ സെന്റൻസ് തുടങ്ങുന്നത്? വെൻ ദി പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ് ദ ഇക്വേഷൻ ഓഫ് ദ ബെജർ ലൈൻ വിൽ ബി P1 ഡാഷ് x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഓക്കെ, അപ്പോൾ എന്താണ്? വെൻ ദി പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ് ദ ഇക്വേഷൻ ഓഫ് ദ ബെജർ ലൈൻ വിൽ ബി P1 ഡാഷ് x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഓക്കെ, ഇനി ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ച പോലെയാണ് അടുത്തൊരു ഗ്രാഫ് ഇതാകെ വരും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൽ ആദ്യം എന്ത് ചെയ്യുക? ഒരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം ഇടുക. എന്നിട്ട് ഇവിടെ M/P2 എന്നും ഇവിടെ M/P1 എന്നും നമ്മൾ എഴുതും. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത്തെ സാധനത്തിൻ്റെ വില എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ആ സാധനം നമ്മൾ കുറച്ചേ വാങ്ങിക്കും. ഇപ്പം നിങ്ങൾ പേനയും പെൻസിലും അല്ലെങ്കിൽ ആപ്പിളും മുന്തിരിയും മേടിക്കാൻ ചെല്ലുമ്പോൾ ആപ്പിളിൻ്റെ വില കൂടിയ ആപ്പിൾ കുറച്ച് വാങ്ങിക്കും, മുന്തിരിങ്ങയുടെ വില കൂടിയ മുന്തിരി കുറച്ച്. അപ്പോൾ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ആ സാധനം കുറച്ച് വാങ്ങിക്കും. അതിന് താണ്ട ഡോട്ടർ ലൈൻ ഇങ്ങനെ ഇടണം, ഇങ്ങനത്തെ ഒരു ഡോട്ടർ ലൈൻ ഇടണം. എന്നിട്ട് ഇങ്ങോട്ടൊരു ആരോ മാർക്ക് ഇടും. അപ്പോൾ ഇവിടെ മാറ്റമില്ല. ശ്രദ്ധിച്ചാൽ M/P2 പോയിന്റിൽ ഒരു മാറ്റവും ഇല്ല. മാറുന്ന എവിടെയാണ്? ഈ M/P1 ഏരിയയിലാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ പോയിന്റ് വരും. അതിന് എന്താ എഴുതണം? M/P1 ഡാഷ് എന്ന് ഇടണം. ഓക്കെ, M/P1 ഡാഷ്. ഓക്കെ, അതിനാണ് അങ്ങനെ ഇടാൻ കാര്യം. ഒന്നാമത്തെ സാധനത്തിൻ്റെ വില കൂടി, അപ്പം നമ്മളത് കുറച്ച് വാങ്ങിക്കും എന്ന് കാണിക്കാനാണ് ആരോ മാർക്ക് ഈ സൈഡിൽ അകത്തോട്ടിട്ടേക്കുന്നത്. രണ്ടാമത്തെ സാധനത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല, അതുകൊണ്ട് അവിടെ ഒന്നും ഇടണ്ട. അവിടെ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയാൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? സെൻറ്റൻസ് വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ എന്ത് ചെയ്യും? ഇൻക്രീസസ്. ഓക്കെ, കോമ ദ ഇക്വേഷൻ ഓഫ് ദ ബെജർ ലൈൻ വിൽ ബി P1 ഡാഷ് x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ദ ഗ്രാഫ് ഓഫ് ദ ബെജർ ലൈൻ. ഗ്രാഫ് ഓഫ് ദ ബെജർ ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ്? രണ്ട് സൈഡ് മാറുന്നില്ല, ഒരു സൈഡല്ലേ മാറുന്നു. അപ്പോൾ എന്ത് പറയണം? ദി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഓഫ് ദി ഗ്രാഫ് ഓഫ് ദി ബെജർ ലൈൻ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്വേർഡ്സ് ഓർ ഇൻവേർഡ്സ്. എന്താ നമ്മൾ പറഞ്ഞത്? ദി ഹൊറിസോണ്ടൽ, ഈ സൈഡല്ലേ മാറുന്ന. ദി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഓഫ് ദി ബെജർ ലൈൻ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്വേർഡ്സ് ഓർ ഇൻവേർഡ്സ്. ബെജർ ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാത്രം ഇടത്തേക്കോ എന്ത് ചെയ്യും? അകത്തേക്കോ പോകും. അതാണ് M/P1 എന്നുള്ളത് M/P'1 അല്ലെങ്കിൽ P1 ഡാഷ് എന്ന് മാറും. പക്ഷെ M/P2 ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, രണ്ടാമത്തെ സാധനത്തിന് ഒന്നും സംഭവിക്കും. അപ്പോൾ നമ്മൾ രണ്ട് സെൻറ്റൻസ് പറഞ്ഞു. അടുത്തത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നോട്ട് മാറിയില്ലേ? മാറുമ്പോൾ അത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്തു? ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അവിടെ എന്ത് എഴുതണം? ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന് ഒന്നും സംഭവിച്ചില്ല, അത് ഡസ് നോട്ട് ചെയ്യും. സ്ലോപ്പ് എന്ത് ചെയ്തു? സ്ലോപ്പ് മാറിയില്ലേ? സ്ലോപ്പ് മാറി. അതാണ് നമ്മളാണ് ഇവിടെ പറഞ്ഞ അതേപോലെ ആയില്ലേ. ഇപ്പോൾ അതിൻ്റെ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ടാവും. ആ ഗ്രാഫിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ലൈൻ പോയാൽ സ്ലോപ്പ് മാറും. അതുകൊണ്ട് ഈ ലൈനിനെ വെച്ച് നോക്കുമ്പോൾ ഈ ലൈൻ എന്താണ്? സ്റ്റീപ്പറാണ്. സ്റ്റീപ്പർ എന്ന് വെച്ചാൽ കുത്തനെ ഉള്ള ലൈനിൻ്റെ പേരാണ് സ്റ്റീപ്പർ. ഓക്കെ, ഫ്ലാറ്റർ എന്ന് വെച്ചാൽ ചരിവ് കുറവ്. സ്റ്റീപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ചരിവ്. ഓക്കെ, ചില വലിയ പർവ്വതങ്ങളൊക്കെ സ്റ്റീപ്പി ഇങ്ങനെ സ്ലോപ്പായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ മറിഞ്ഞ് വീണാൽ എളുപ്പമാണ്. എങ്കിലും അത്രയ്ക്ക് കുത്തനെ കിടക്കുന്നതിൻ്റെ പേരാണ് സ്റ്റീപ്പർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു പാരഗ്രാഫായി. അപ്പോൾ ഈ ഹെഡിങ് എഴുതി, റേറ്റ് ചേഞ്ചസ് ബ്രാക്കറ്റിനകത്ത് എഴുതി, ഈ ടേബിൾ വരച്ചിട്ട് രണ്ട് പാരഗ്രാഫായിട്ട് എഴുതും. അപ്പോൾ ടേബിൾ വരച്ചിട്ട് എഴുതേണ്ട ആദ്യത്തെ പാരഗ്രാഫ് എന്താണ്? വെൻ ദി പ്രൈസ് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ് എന്ന് വെച്ചാൽ
ഒന്നാമത്തെ സാധനത്തിന്റെ വില കൂടുമ്പോൾ കോമയിട്ട് ദ ഇക്വേഷൻ ഓഫ് ദ ബെസൽ ലൈൻ വിൽ ബി P1 dash x1 plus P2 x2 സമം m എന്ന് വെച്ചാൽ P1 dash എന്ന് വെച്ചാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില കൂടിയെന്ന് കാണിക്കാനാണ് കേട്ടോ. അപ്പൊ P1 dash x1 plus P2 x2 is equal to m. അടുത്ത സെന്റൻസ് ദി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഓഫ് ദി ഗ്രാഫ് ഓഫ് ബെസൽ ലൈൻ. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അതാണ് ദി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഓഫ് ദി ഗ്രാഫ് ഓഫ് ദി ബെസൽ ലൈൻ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്വേർഡ്സ് ഓർ ഇൻവേർഡ്സ്. ഓക്കെ, അപ്പൊ ഈ സൈഡ് മാത്രം എന്ത് ചെയ്യും? ഇടത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് മാറും. അടുത്ത പിന്നെ നമുക്ക് ബോത്ത് ദ എന്നും പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചപ്പോൾ ബോത്ത് ദ ഹൊറിസോണ്ടൽ ആൻഡ് ദ വെർട്ടിക്കൽ എന്ന് പറഞ്ഞില്ലേ, അത് ഇതിനകത്ത് ആ സെന്റൻസ് പറ്റത്തില്ല കേട്ടോ. അതിന് കാര്യം രണ്ട് ചേഞ്ച് ആണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത സെന്റൻസ് ആയിട്ട് പറയണം ദ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഓഫ് ദി എന്താണ് ദ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഓഫ് ദി ഗ്രാഫ് ഓഫ് ദി ബെസൽ ലൈൻ ഡിക്രീസസ്, അല്ലെങ്കിൽ ദ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഡിക്രീസസ്. ഓക്കെ, കോമ ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യും? ആൾസോ എന്താണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഡസ് നോട്ട് ചേഞ്ച്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് മാറുന്നില്ല. ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ബെസൽ ലൈൻ എന്താണ് വിൽ ബിക്കം സ്റ്റീപ്പർ. സ്ലോപ്പ് ഓഫ് ദ ബെസൽ ലൈൻ എന്താവും? കുത്തനെയാവും. പിന്നെ ഒന്നുകൂടെ പറയാം, when the price of wood one increases. Okay, the equation of the bezel line will be P1 dash x1 plus P2 x2 is equal to m. Another sentence, the horizontal intercept of the graph of the bezel line shift to leftwards or inwards. Another sentence, horizontal intercept decreases, vertical intercept does not change, and the slope of the bezel line will become steeper. No, bezel line slope എന്താവും? സ്റ്റീപ്പർ ആവും, കുത്തനെയാവും. അതിന് കാരണം നമ്മൾ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില കൂടിയത് കൊണ്ട് ആ സാധനം നമ്മൾ കുറച്ചേ വാങ്ങിക്കൂ എന്നുള്ളതാണ് ഈ സൈഡ്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, നിങ്ങൾ ഇതേപോലെ ടേബിൾ വരച്ച് ഒരു പാരഗ്രാഫായിട്ട് എഴുതണം. അതേപോലെ എന്തുണ്ട് ഇനി അടുത്ത പാരഗ്രാഫ് ഉണ്ട്, അതാണ് പ്രൈസ് ഓഫ് ഗുഡ് വൺ എന്ത് ചെയ്യുന്നതാണ്? ഡിക്രീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? പ്രൈസ് ഓഫ് ഗുഡ് വൺ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ ഡാഷ് ഇടണം. അതെവിടെ ഇടണം ഡബിൾ ഡാഷ്? P1 ഡബിൾ ഡാഷ്. അതിന് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തുകൊണ്ട്? ഒന്നാമത്തെ സാധനത്തിന്റെ വിലയാണ് എന്ത് ചെയ്തത്? കുറഞ്ഞത്. അതുകൊണ്ട് P1 ഡബിൾ ഡാഷ് പ്ലസ് എന്താണ് P2 x2 ഈസ് ഈക്വൽ ടു m കേട്ടോ. എന്താണ് വരുന്നത്? P1 ഡബിൾ ഡാഷ് x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു m. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്ന രണ്ടാമത്തെ തുടക്കം കേട്ടോ. എന്നിട്ട് ഗ്രാഫ് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ വരച്ച പോലെ ഇതിലും ആദ്യം ഒരു എന്ത് ചെയ്യുക? ലൈൻ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ m ബൈ എന്താണ് P1 എന്നും ഇവിടെ m ബൈ എന്താണ് P2 എന്നും എഴുതുന്നത്. ഓക്കെ, എന്നിട്ട് വെളിയിലോട്ട് എന്താണ് ഡോട്ടർ ചെയ്യണം. ഈ ലൈൻ വെളിയിലാണ് പോകുന്നത് കേട്ടോ. ഏകദേശം നല്ല ഇവിടെ പോയി നിൽക്കണം. എന്നിട്ട് അവിടെ ഒരു m ബൈ P1 ഡബിൾ ഡാഷ് എന്നിടും. ആ ഗ്രാഫ് പുതിയതായിട്ട് നമ്മളൊരു ഡോട്ടർ ലൈൻ വരച്ചു. അവിടെ m ബൈ P1 ഡബിൾ ഡാഷ്. എന്നിട്ട് എന്ത് ചെയ്യണം? വെളിയിലോട്ട് ഒരു ആരോ മാർക്ക് ഇടാം. ഇതൊരു പോയിന്റിൽ നിന്നാണ് കേട്ടോ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന് ഒറ്റ പോയിന്റ് ഇടും, അത് മാറുന്നില്ല. അപ്പോൾ ഇവ രണ്ട് സെന്റൻസ് ആണ്. എന്തൊക്കെയാണ് പറയേണ്ടത്? when the price of good one decreases, ഒന്നാമത്തെ സാധനത്തിന്റെ വില കുറയുമ്പോൾ the equation of the bezel line will be P1 double dash x1 plus P2 x2 is equal to m. Okay, അടുത്ത സെന്റൻസ്, the horizontal intercept of the graph of the bezel line shift to rightwards or upwards, അല്ലെങ്കിൽ rightwards or എന്താണ് outwards. അത് വലത്തേക്കോ വെളിയിലേക്കോ പോകും. അതിന് കാരണം ഒന്നാമത്തെ സാധനത്തിന്റെ വില കുറയുമ്പോൾ ആ സാധനം നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ പർച്ചേസ് ചെയ്യും. ഒന്നാം സാധനത്തിന്റെ വില കൂടിയോണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് മേടിച്ചത്. ഇതിപ്പോൾ നമ്മൾ മേടിച്ച ഒന്നാമത്തെ സാധനമായ ആപ്പിളിന്റെ വില കുറഞ്ഞു, അപ്പോൾ നമ്മളത് കൂടുതൽ വാങ്ങി. അങ്ങനെ കൂടുതൽ വാങ്ങിച്ചു എന്ന് കാണിക്കാനാണ് നമ്മളിവിടെ ഒരു ഡോട്ടർ ലൈൻ വെളിയിലോട്ട് ഇട്ടേക്കുന്നത്. മനസ്സിലായോ? ഇനി അപ്പോൾ ഹൊറിസോണ്ടൽ സെറ്റ് എന്ത് ചെയ്യും? ഈ സൈഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഹൊറിസോണ്ടൽ സെറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്. ഓക്കെ, അടുത്തത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്ത് തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, ഇനി സ്ലോപ്പ് എന്ത് ചെയ്തു? സ്ലോപ്പ് നേരത്തെക്കാളും വെളിയിൽ പോയി. അതുകൊണ്ട് ആ സ്ലോപ്പിന്റെ പേരാണ് ഫ്ലാറ്റർ. ഓക്കെ, സ്ലോപ്പ് എന്തായി? ഫ്ലാറ്ററായി. FLATTER, ഫ്ലാറ്ററായി. ഇപ്പോൾ ഒരു പാരഗ്രാഫായി. എന്തൊക്കെയാണ് പറയേണ്ടത്? when the price of good one decreases.
the equation of the Bezier line will be P1 double dash x1 plus P2 x2 is equal to m. Okay, next sentence. The horizontal intercept of the graph of the Bezier line shift to rightwards or outwards. അടുത്ത horizontal intercept increases, vertical intercept does not change, and the slope of the Bezier line will become flatter. Slope Bezier line the slope എന്ത് ചെയ്യും, ഫ്ലാറ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായി, രണ്ട് പാരഗ്രാഫ്. അപ്പോൾ എന്ത് ചെയ്യുക, ഹെഡിങ് എഴുതുക, പ്രൈസ് ചേഞ്ചസ് എഴുതുക, ഈ ടേബിൾ വരയ്ക്കുക, എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ രണ്ട് പാരഗ്രാഫായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ സെൻറ്റൻസിൽ എഴുതുക. ഇതൊരെണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മറ്റേത് എഴുതാൻ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.